ആ കുഴിയാഞ്ഞാൽ വിളിച്ചിട്ട് എടുക്കുന്നില്ലല്ലോ. ഉപ്പൊക്കെ ചേരുവകൾ കറക്റ്റാണോ മാമാട്ടി? നോക്കിയോ? ചേരുവകൾ നോക്കിയോ? മുട്ട അമ്മച്ചി വെള്ളം തിളച്ചാണെങ്കിൽ ഇതൊന്ന് തിരിച്ചു കുത്തിയിട്ടില്ലായിരുന്നു. ഗൈസ് ഉപ്പൊക്കെ നോക്കൂ ഗൈസ്. ഉപ്പ് നോക്കിയ ഗൈസ് എങ്ങനെയുണ്ട് ഗൈസ്? ഇന്നത്തെ നമ്മുടെ കറി ഇവിടെ ഉണ്ടാക്കുന്നത് മിസ്റ്റർ മാമാട്ടി കൊച്ചാണ്. അപ്പോൾ അബ്രു അത് നോക്കാനായിട്ട് അബ്രു വരുന്നുണ്ട്. ഇന്ന് സവാളയും മുട്ടയാണ് കറി. 2 വയസ്സുള്ള മിസ്റ്റർ മാമാട്ടിയാണ് കറി വെച്ചേക്കണേ. ഒരു ഹോം സയൻസാണ്, ഹോം നേഴ്സാണ്. ഒരു നല്ല ഹോം നേഴ്സ് ആണ് പുള്ളിക്കാരത്തി. ഭാവിയിൽ നല്ലൊരു ഹോം നേഴ്സ് ആകാൻ സാധ്യതയുള്ളതാണ്. ഇതിനകത്ത് എന്തൊക്കെയാണ് ഗൈസ് ചേരുവകൾ ചേർത്തിരിക്കുന്നത്? മഞ്ഞൾപ്പൊടി, പിന്നെ ഉപ്പും മുട്ടയും തക്കാളിയും പിന്നെ സവാളയും ആക്കി ചിക്കൻ മസാല. ഗൈസാണ് ഇവിടെ സ്ഥിരം കറി വെക്കാറുള്ളത്. ഓക്കെ ഗൈസ്. അപ്പോൾ നമുക്ക് ചോറുണ്ണാനുള്ള പരിപാടി നോക്കിയാലോ ഗൈസ്? അപ്പോൾ സ്റ്റൗ നിർത്തൂ ഗൈസ്. എങ്ങോട്ട് വേണമെങ്കിലും തിരിച്ച് അങ്ങനെ ഗൈസിന് സ്റ്റൗ നിർത്താൻ അറിയത്തില്ല. നിർത്താം, ഇങ്ങോട്ട് തിരിച്ച് നിർത്താം. ഇങ്ങോട്ട് തന്നെ തിരിക്കുക. ഇങ്ങോട്ടാണ് ഗൈസ് തിരിച്ച്. അങ്ങോട്ടാണ് ഗൈസ് തിരിക്കണ്ടേ. ഫുള്ളായിട്ട് തിരിക്കുക ഗൈസ്. യെസ് ഗൈസ്. ഇപ്പം അങ്ങനെ സ്റ്റൗ ഒക്കെ നിർത്താൻ പഠിച്ചു. ഹെലൻ 2ാം ക്ലാസ് സ്റ്റാൻഡേർഡ് കുട്ടിയാണ്. പുള്ളിക്കാരത്തിക്ക് ഈ അടുക്കള ഭക്ഷണങ്ങളൊക്കെ പാചകം ചെയ്യുന്നതിൽ ഭയങ്കര താല്പര്യമുള്ള ആളാണ്. പുള്ളിക്കാരത്തി ഇവിടുത്തെ ചാച്ചൻ്റെ ഏറ്റവും വേണ്ടപ്പെട്ട ഒരാളാണ്. ചാച്ചൻ്റെ മനസ്സാക്ഷി സൂക്ഷിപ്പുകാരിയാണ് ഗൈസ്. ചാച്ചനായിട്ട് എപ്പോഴും രഹസ്യങ്ങൾ പറയുന്ന ഒരാളാണ് ഈ പുള്ളിക്കാരത്തി. അമ്മച്ചിയുടെ കുറേ കുറ്റങ്ങൾ. ഇതാണ് അമ്മച്ചി ഇരിക്കുന്നത്. അമ്മച്ചിയുടെ കുറേ കുറ്റങ്ങൾ. കൈ ഒടിഞ്ഞെന്ന് പറയും, ആശുപത്രി പോകണം. അതാണ് ഗൈസ്, അതാണ് അമ്മച്ചി ഗൈസ്. അമ്മച്ചിയുടെ കൈയാണ് ഇങ്ങനെ കാണിച്ചു വെച്ചേക്കുന്നത്, കണ്ടില്ലേ? ഗൈസ് കഴിഞ്ഞോ? അമ്മച്ചിയോട് എന്തെങ്കിലും പറയാനുണ്ടോ ഗൈസ്? ഇത്രേ ഉള്ളൂ. ഇതാണ് അബ്രു ഇരിക്കുന്നത് ഗൈസ്. അബ്രു ഇവിടെ ഇരിപ്പുണ്ട്. അബ്രു ഇവിടെ നിന്ന് ചിരിക്കുന്നുണ്ട് ഗൈസ്. മാളു എന്ത് ഗൈസ്? മാളു എൻ്റെ മൂത്ത മോള് മാളു നല്ല പടത്താണ് ഗൈസ്. ഹലോ ഹന്ന ഖാദറിന് ഒന്ന് നോക്കൂ. ഓക്കെ.